അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഓട്ടോ ഡിലക്സിലുള്ള ഒരുപാട് വാഹനങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം 10-75ഓളം വണ്ടികളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു 10-15 വണ്ടികളാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജ്യേഷ്ഠനാണ്. അപ്പോൾ എല്ലാവർക്കും ഓട്ടോ ഡിലക്സിൻ്റെ യൂസർ കാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് വണ്ടികളുണ്ട് നമ്മുടെ യാർഡിൽ. ഇന്നോവ, ചെറുവണ്ടികൾ, വലിയ വണ്ടികൾ, എല്ലാ വണ്ടികളും ഉണ്ട്. i20 ഓട്ടോമാറ്റിക് റാപ്പിഡ് റെഡ് കളറിൽ, പിന്നെ ഇന്നോവകളുണ്ട്, ക്രെസ്റ്റകളുണ്ട്, ക്രെസ്റ്റ ഓട്ടോമാറ്റിക് ഉണ്ട്, വെർണ 14 ഉണ്ട്, 16 ഉണ്ട്, 18 ഉണ്ട്, റാപ്പിഡ് ഉണ്ട്, പിന്നെ ഡസ്റ്റർ, നെക്സോണ്, അങ്ങനെ ഒത്തിരി വണ്ടികളുണ്ട്. ഏകദേശം ഒരു 10-90 വണ്ടികളുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലിവിടെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വണ്ടികൾ നമ്മൾ ഫ്രണ്ടിലുള്ള കുറച്ച് വണ്ടികൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഏകദേശം 4 എപ്പിസോഡുള്ള വകുപ്പുണ്ട് അല്ലേ? 10-75ഓളം വണ്ടികളിലാണ്. അപ്പൊ ഏകദേശം ഒരു 4 എപ്പിസോഡുള്ള വണ്ടികളുണ്ട്. ഒരു 10-20 വണ്ടികൾ നമുക്ക് ഇപ്പോ 20-25 വണ്ടികൾ നമ്മൾ ഈ ഫ്രണ്ട് ലൈനിലുള്ള വണ്ടികൾ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഈ നാനോ തുടങ്ങല്ലേ. ഇത് 2014 മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന വണ്ടി. ഇത് നമുക്ക് 85 റുപ്യ കൊടുക്കാം. 85 റുപ്യക്ക് അല്ലേ? 2014 മോഡൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ടിൽ പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു അടിപൊളി നാനോ ഉണ്ട്. അപ്പോൾ ഈ ഒരു നാനോ നമുക്ക് 85,000 റുപ്യാണ് പ്രതീക്ഷിക്കണ വില വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 2011 i10 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണറിൽ വരുന്ന വണ്ടി, സൺറൂഫ് ഉള്ള വണ്ടി, സൺറൂഫ് വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് വെറും 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 35,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ i10. ഇത് നമുക്കൊരു 330 കൊടുക്കാം. 330 കൊടുക്കാൻ പറ്റും. അടുത്തത് പോളോ GT ഡീസലാണ്, 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി, 2017 മോഡല്. ഇത് ഹൈലൈൻ പ്ലസ് അല്ലേ ഓപ്ഷൻ വരുന്നത്? ഹൈലൈൻ പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷനിൽ 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണറിൽ വരുന്ന പോളോ GT ഡീസൽ വണ്ടി. 7,60,000 റുപ്യാണ് അതിന്റെ വില. അത് കമ്മിയാക്കി കൊടുക്കും ചെയ്യാം, കുറച്ച് കൊടുക്കാം. കേരളത്തിൽ എവിടെയും നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ. പിന്നെ നമുക്ക് അത് മറ്റേ ലിവന്റെ ക്രോസ് കേരള വണ്ടിയാണ്. 2014 V ആണ്. VD 80,000 ഓടി, സെക്കൻഡ് ഓണർ, റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 5,90 കൊടുക്കാം. 5,90,000 റുപ്യക്ക് 2016 അല്ലേ? ഇത് 2014 പിന്നെ എത്തിയോസ് ലീവ ക്രോസ് ഒറിജിനൽ കേരള വണ്ടി. VD. പിന്നെ അതേപോലെ i20 2018 ആസ്റ്റ ഓപ്ഷനൽ, സെക്കൻഡ് ഓണർ, 75,000 ഓടി വണ്ടി, റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല, നല്ല നീറ്റ് വണ്ടിയാണ്. തട്ടുമുട്ടും കാര്യങ്ങളും നമ്മൾ 6,40 ചോദിക്കണേ, നമുക്ക് എന്താ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണല്ലോ അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. തട്ടുമുട്ടിൽ ഇതിനൊക്കെ ചെറിയ സിംഗിൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വണ്ടികളുണ്ട്. പിന്നെ അത് ടെറാനോ ആണത്, പുറത്തുള്ള. അത് 2015 ആണ്, 110. ഈ BRV അത് ഓട്ടോമാറ്റിക് അല്ലേ? അത് BRV ഓട്ടോമാറ്റിക് പെട്രോള്. അത് ഫുൾ ഓണിൽ കൊടുക്കാം. നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി BRV 2016 മോഡലാണ്. അതേപോലെ ടെറാനോ ഉണ്ട്. ടെറാനോ മോഡല് ടെറാനോ 15 2015 ടെറാനോ 1,05,000 കിലോമീറ്റർ ഓടി വണ്ടി. അപ്പൊ ഓട്ടോ ഡിലക്സിലുള്ള കളക്ഷൻ ആണ് ഇത് കാണുന്നത്. ഇനി ബ്രസയിലേക്ക് വരല്ലേ? ഈ ബ്രസ 2016 90,000 കിലോമീറ്റർ ഓടിയ ZDI പ്ലസ്, 90,000 ഓടിയിട്ടുള്ള ZDI പ്ലസിൽ വരുന്ന ബ്രസ റെഡ് ബ്ലാക്ക്. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. അത്യാവശ്യം ഓടുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതേപോലെ ഈ ക്രെറ്റ ബ്ലാക്ക് എങ്ങനെ വില? 2022 ബേസ് മോഡലാണ്, പെട്രോൾ ആണ് വണ്ടി. പക്ഷേ ഇതിൽ ഏകദേശം ഒരു 1.5 ലക്ഷം റുപ്യേൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ്, അലോയി, 360 ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി പറഞ്ഞാൽ ആകെ 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 11,000 കിലോമീറ്റർ ഓടിയ ബ്ലാക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. പെട്രോൾ മാനുവൽ ഉള്ളത്. പെട്രോൾ മാനുവൽ. നമുക്കിത് 12,10 കൊടുക്കാം. 12,10,000 റുപ്യക്ക് 2022 ക്രെറ്റ ബ്ലാക്ക് എസ് ഓപ്ഷനിൽ വരുന്ന ഏകദേശം 1-2 ലക്ഷത്തിന്റെ മാക്സറീസ് കയറ്റിയിട്ടുള്ള അടിപൊളി വണ്ടിയാണ്. ഹെഡ്ലാമ്പ് ഒക്കെ നോക്കി അടിപൊളി കേട്ടോ. പിന്നെ അതുപോലെ 2022 തന്നെയാണ്, ഫുള്ളാണ് SXO. ഇത് പനോറമിക് സൺറൂഫ് ഒക്കെ അല്ല, ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് 33,000 ഓടിന്, സെക്കൻഡ് ഓണർ ആണ്. ഇത് നമ്മൾ 18 റുപ്യ ചോദിക്കുന്നുണ്ട്. അതേപോലെ ഇത് വൈറ്റ് നല്ല നീറ്റ് വണ്ടി കേട്ടോ.
ഇത് എത്ര കിലോമീറ്റർ ഓടിയത്? 33,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി 2022 സിംഗിൾ ഓണറിൽ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫുൾ ഓപ്ഷൻ ക്രെറ്റ ബ്ലൂ കളറിൽ വണ്ടി ഉണ്ട്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഈ ഒരു വണ്ടി കൊടുക്കാണ്ട്. പിന്നെ ഇത് 2016 SX ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. SX ഡീസൽ ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? 2016 16 1,15,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർ, കമ്പനി ഹിസ്റ്ററി, സർവീസ് കാര്യമൊക്കെ ഉള്ള വണ്ടി. ഇതൊക്കെ നമുക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. മാക്സിമം ലോണിൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് ആരെങ്കിലും വണ്ടികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഓൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ. പിന്നെ ഇത് 2019 ആണ്. 19 VDI ഓണർ ആണ്. റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല. പക്ഷേ ഈ വണ്ടി കുറച്ച് ഓടിന് ഫുള്ള് ലോണിൽ കൊടുക്കും ചോദിച്ചാ. ഒരിപ്പോ ചില ട്രാക്കിൽ ഫുൾ ലോൺ കയറും. ചിലർക്ക് ഒരു 10-20,000 റുപ്യ മുടക്കിയാൽ നമുക്ക് ബാക്കി ഫുള്ള് ലോൺ കൊടുക്കാം. ഇതേ റേഞ്ചിൽ തന്നെ നമ്മുടെ അടുത്ത് 3 വണ്ടിയാണുള്ളത്. ഒന്ന് 28,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഉണ്ട്. അതിന് 7,20,000 റുപ്യ വരും. അത് 28,000 കിലോമീറ്റർ ഓടിയ VDI ആണ്. ഇത് കുറച്ച് കിലോമീറ്റർ അധികം ഓടിയിരിക്കണേ. ഇത് നമുക്ക് എത്രയാ വില പറഞ്ഞത്? 6,30 കൊടുക്കുക. 6,35 ഫുള്ള് ലോൺ കൊടുക്കുക. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ മുടക്കുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടി കേട്ടോ. ഫുൾ ഓണിൽ ഡീസൽ സ്വിഫ്റ്റ് സിംഗിൾ ഓണർ വണ്ടി. പിന്നെ അടുത്ത് ഹുണ്ടായി 2015-16 ഐറ്റൻ ഡീസൽ, ഐറ്റൻ ഗ്രാൻഡ് ഡീസൽ, 88,000 ഓട്ടം, സിംഗിൾ ഓണർ ഏകദേശം 24-25 മൈലേജ് ഉണ്ടാവും. ഇത് നമുക്ക് 3 MB കൊടുക്കാം. 3,80,000 റുപ്യ ഇതിന് വില. 3 റുപ്യ ലോണും കയറും. നല്ല നീറ്റ് വണ്ടിയാണ്. ഐറ്റൻ ഗ്രാൻഡ് 2015-16. പിന്നെ 2021 മാഗ്ന പെട്രോൾ ആണ്. 36,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 36,000 ഓടി സിംഗിൾ ഓണർ പെട്രോൾ i20 മാഗ്നയാണ് വണ്ടി. ന്യൂ ഷേപ്പിൽ വരുന്ന അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. വണ്ടിന്റെ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫോട്ടോസ് ഒക്കെ അയച്ചു തരും. നല്ല നീറ്റ് വണ്ടിയാണ്. ഇത് പിന്നെ മൈലേജിലെ രാജാവ് WRV 2017 VX ആണ്. സൺറൂഫ് ഒക്കെ വണ്ടി അല്ലേ? നല്ല നീറ്റ് ഇന്റീരിയർ ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ വണ്ടിന്റെ ഇടയിലാവുമ്പം ഇന്റീരിയർ കാണിക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പോൾ ഫോട്ടോസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ഫോട്ടോ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണിച്ചു കേട്ടോ. നല്ല നീറ്റ് വണ്ടിയാണ്. ഉണ്ടല്ലേ? ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ്, അലോയ് എല്ലാം വരുന്ന വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. നല്ല മൈലേജ്, 25 മൈലേജും കിട്ടുന്ന ഡീസൽ മൈലേജ് കിട്ടും. പിന്നെ കിയ സെൽറ്റോസ് 2020 HTK പ്ലസ് ഓട്ടോമാറ്റിക് ഡീസൽ. ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ ആണ്. 92,000 കിലോമീറ്റർ ഓടി കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടി. പിന്നെ ബ്രസ അത് 2017 ZDI ആണ്. സിംഗിൾ ഓണർ വന്ന അപ്പോടിന്. ഇത് 2017 ZDI സിംഗിൾ ഓണർ വന്ന 40 വണ്ടി. ഓക്കെ. പിന്നെ അതേപോലെ എർട്ടിക്ക ZDI പ്ലസ് 2013 94,000 ഓടി സെക്കൻഡ് ഓണർ. 94,000 ഓടി എർട്ടിക്കണ്ട് 7 സീറ്റ് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വണ്ടികൾ കുറേ ഉണ്ട്. അപ്പോൾ ഒറ്റ എപ്പിസോഡിൽ കഴിയാത്തത് കൊണ്ടാണ്. പിന്നെ ഇത് 2023 വണ്ടിയാണിത്. ഇത് 2023 ഹോണ്ട സിറ്റി ഏറ്റവും ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഒക്കെ ഉള്ള ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടി ZX. അപ്പൊ ഇങ്ങനെയുള്ള വാഹന വിശേഷങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ നമ്മുടെ സ്ഥാപനം എവിടെയാന്നുള്ളത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിന്റെ അടുത്ത് ആലത്തൂർപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം ഓട്ടോ ഡീലക്സ് ഉള്ളത്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ എല്ലാവരും വിളിക്കുക. വണ്ടി ആവശ്യമുള്ളവർ വിളിക്കുക. നമ്മളടുത്ത് ഇഷ്ടം പോലെ വണ്ടി ഉണ്ട്. എല്ലാ ഐറ്റംസ് വണ്ടികൾ വേണമെങ്കിലും നമ്മളെ വിളിച്ചാൽ മതി. ഏത് വണ്ടി, ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ ഇത്ര വണ്ടിയല്ല പുറത്തുണ്ട്, ഇതിലേറെ വണ്ടികൾ പുറത്തുണ്ട്. അപ്പോൾ ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ നമ്പറിൽ എൻ്റെ നമ്പറും ഉണ്ടാവും, എൻ്റെ അനിയൻ്റെ നമ്പറും ഉണ്ടാവും. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ വേണ്ടത് ആ വണ്ടി നമ്മൾ തരുന്നതാണ്. മാക്സിമം ബാങ്ക് ലോണ് 90% ലോൺ കിട്ടും, 100% ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. അപ്പം ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. നമ്മളതിൻ്റെ ലോണും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഇത്രയും വിശേഷങ്ങളാണ്, ഇത്രയും വണ്ടികളാണ് ഇപ്പോഴത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടില്ല. ഏകദേശം
ഈ ഗ്രൗണ്ട് മൊത്തം 75ഓളം വണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒറ്റ എപ്പിസോഡിൽ തീരാത്തതുകൊണ്ട് നമ്മൾ സിംഗിൾ വീഡിയോ ആണ് കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ ചില നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കുറേ വണ്ടികൾ തിടി ഞങ്ങളിത് ഓരോന്ന് കാണണ്ടല്ലോ പറയും. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച നമ്മുടെ കയ്യിലുള്ള വണ്ടികളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഏത് വാഹനത്തെക്കുറിച്ച് അറിയണമെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള വെർണ, ഇതേപോലെ 2 വെർണ നമ്മുടെ കയ്യിലുണ്ട്. ഹോണ്ട സിറ്റി ഡീസലും പെട്രോളും ഉണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഏത് വാഹനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, വേഗം വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ വിലപ്പെട്ട സമയം ഓട്ടോ ഡിലക്സിൻ്റെ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.